അയ്യോ ഇതെന്താ ഇത് ഇങ്ങനെ? അയ്യോ മതി, നിർത്ത്, ഇവിടുന്ന് പോയിക്കോ ഫ്രണ്ട്സ്. അവനെ അറ്റാക്ക് ചെയ്യാ. ചിണ്ടു എവിടെയാ? അവന്റെ മാജിക് പവർ ഉപയോഗിച്ച് വേണം ഈ പ്രശ്നം തീർക്കാൻ. മാജിക് കൊണ്ട് ഉണ്ടായവരവര്. എന്റെ പവേഴ്സ് വെച്ച് എനിക്ക് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂട്ടുകാരെ, മര്യാദക്ക് തിരിച്ച് തെങ്ങിൽ കയറി പൊക്കോ. എനിക്ക് ദേഷ്യം വന്ന കാര്യം അറിയാം. അല്ല, ഞാനിപ്പോ എവിടെയാ? ഞാൻ ആരാ ശരിക്കും? എന്റെ ദൈവമേ, ഞാൻ ഇനി ഇവനെ പറ്റി എന്ത് ചെയ്യും? എനിക്ക് ഭ്രാന്തി പിടിക്കുന്ന തോന്നുന്നത്. വിടരുന്നവനെ അറ്റാക്ക് ചെയ്യാം. ഇവന്മാരെ ശരിക്കും വക വരുത്തണം. ചിണ്ടു പറയുന്നത് ഇവന്മാരിങ്ങനെ ഓടി നടക്കുന്നത് വരെ ചിണ്ടുവിന്റെ മാജിക് പവേഴ്സ് ഒന്നും വർക്ക് ചെയ്യില്ലെന്നാണ്. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത് എമിലി? വേറെന്തെങ്കിലും ചെയ്യ്. അവരെ തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും അവരവരുടെ വീട്ടിലുള്ള റൂഫ് ടോപ്പിൽ നിൽക്കുക. ഇന്ന് സാന്റാക്ലോസ് പറന്നു വരുന്നതായിരിക്കും. പിന്നെ കുട്ടികളായ നിങ്ങൾക്കെല്ലാവർക്കും ഗിഫ്റ്റ് നൽകുകയും ചെയ്യും. അതുകൊണ്ട് മറക്കരുത്, നിങ്ങൾ എല്ലാവരും ടെറസിൽ പോയി വെയിറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ എങ്ങനെയാ സംഭവിക്കുക? ഇതുപോലൊരു സംഭവം ഞാനിതുവരെ കേട്ടിട്ടേ ഇല്ല. ഇനി നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടിന്റെ റൂഫ് ടോപ്പിൽ ചെന്ന് നിൽക്കാം. സാന്റാക്ലോസ് പറന്നിങ്ങെത്തും. നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റും കൊണ്ടുവരും. അതെ അതെ, വാ പോകാം. നമുക്ക് ചെന്ന് നോക്കിട്ട് വരാം. അദ്ദേഹം എങ്ങനെയാ വരുന്നത്, നമുക്ക് എങ്ങനെ ഗിഫ്റ്റ് വരുന്നേന്ന് നോക്കണ്ടേ? ഇന്ന് രാത്രി നല്ല രസമായിരിക്കും. സാന്റാക്ലോസ് നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് തരും. അത് ശരി, ഇത് മാഡ് മാക്സിന്റെ പ്ലാൻ ആയിരുന്നല്ലേ? സാന്താക്ലോസിന്റെ വേഷത്തിൽ ടിംബക്ടു നയിച്ചിരിക്കുവാണ് അവൻ. ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാ എമിലിയെ പിടിച്ചോണ്ടുപോകാൻ അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നേ. ഓഹോ, അത് ശരി, ഇത് നീയാണല്ലേ? മര്യാദക്കിനെ താഴെ ഇറക്കി വിട്ടേക്ക്, അല്ലെങ്കിൽ വീറിനെ വെറുതെ വിടില്ല. അതെ എമിലി, ഞാനിന്ന് വീറിനെ വെറുതെ വിടില്ല. വിങ് സ്യൂട്ട് ഓൺ. വീർ, ഞാൻ നിനക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്.
ബോസ് ബോസ് വീറിവിടെ എത്തിക്കഴിഞ്ഞു ബോസ്. നമ്മുടെ റോബോട്ടിന്റെ കയ്യിൽ നിന്ന് അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 10 തലയുള്ള ഇൻവിസിബിൾ റോബോട്ട് എങ്ങോട്ടാ പോയത്? അതെനിക്കറിയില്ല ബോസ്. അവനും ഏതാണ്ട് തോറ്റ് പിൻവാങ്ങിയെന്നാ എനിക്ക് തോന്നുന്നേ. അതെ ബോസ്. സൂക്ഷിക്കേ. ഇനി നീ എന്ത് ചെയ്യും വീർ? നിനക്കിപ്പോൾ ഷോക്കേറ്റിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ? നിനക്കിനി ഒരിക്കലും എന്നെ കാണാൻ പറ്റുകയില്ല. ബൈ ബൈ. ഞാൻ നിന്നോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞത് എന്താ നീ കേൾക്കാത്തത്? നിന്നെ വീട്ടിൽ കൊണ്ടുപോയാക്കാം, എന്നിട്ട് അവന്റെ കഥ തീർക്കാം. എടാ നീ ആരാടാ? എവിടുന്നാണോ നീ വന്നത്? നിനക്ക് 10 ചാറ്റ് പ്ലേറ്റ് തന്ന് എന്റെ കടയിലെ സാധനം മുഴുവൻ തീർന്നിരിക്കുകയാടാ. എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്നാ തോന്നുന്നത്. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാ. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പ്രശ്നമില്ല. വീർ, അവന് 10 തലയുണ്ടെങ്കിലും ശരി, 20 തലയുണ്ടെങ്കിലും ശരി, കമാൻഡ് സിസ്റ്റം ഒരൊറ്റ സ്ഥലത്ത് നിന്നാ വരുന്നത്. അവന്റെ ബോഡിയിൽ വയർ കണക്ഷൻ എവിടെയുണ്ടോ അതായിരിക്കും അവന്റെ കമാൻഡ് സെന്റർ. ഓക്കെ അപ്പൂപ്പ. ഇംലി, നിങ്ങൾ ഇനി പുറത്തു വരരുത്. Laser wall on. Laser wall on. ഞാനിപ്പോ കണ്ടുപിടിക്കേണ്ടത് ഇവന്റെ കമാൻഡ് സെന്റർ എവിടെയാണെന്നാണ്. അത് ശരി, അപ്പോ അവന്റെ കമാൻഡ് സെന്റർ ഇവിടെയാണല്ലേ? എമിലി, അല്പസമയം മുമ്പ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ, നമ്മുടെ സിറ്റിയിൽ 2 ലിസാർഡ് മാൻ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് ചാട്ട് ഷോപ്പിൽ നിൽക്കുകയാണ്, ചാട്ട് കഴിക്കുകയാണ്. വേറൊരെണ്ണം റോബോബോയുടെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും ഞങ്ങളുടെ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കൂ. അയ്യോ അയ്യോ, രക്ഷിക്കണേ. അയ്യോ അത് ശരി, അപ്പൊ ഇത് നീയാണല്ലേ? ആ.
വീർ ദ റോബോ ബോയ്, ഇനി നീ എന്താ ചെയ്യുക? യു ആർ ഫിനിഷ്ഡ്. എടാ ടിംബക്ടു, അവനെ നശിപ്പിച്ചേക്ക്. അവൻ ഇനിയും ജീവിച്ചിരിക്കരുത്. ഓക്കേ, ഞാൻ വളരെ സന്തോഷത്തിലാണ്. ലേസർ വാൾ ഓൺ. ലേസർ വാൾ ഓൺ.